രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല. അത് അദ്ദേഹത്തിൻ്റെ അസൗകര്യം. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും. ഈ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ എപ്പോഴും പാലക്കാട്ടെ ചില നേതാക്കൾ രാഹുലിനെ രഹസ്യമായി വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചിട്ടുണ്ട്. പാലക്കാട് നടക്കാൻ പോകുന്ന ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട് അവിടെ. അതായത് അവർ തന്നെ അത് സമ്മതിക്കുകയും ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അത് ശരിയാണ്. കാരണം അദ്ദേഹത്തെ പലരും പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വോട്ടർക്ക് ഇവിടുത്തെ ഒരു MLA കാണാൻ വല്ല നിഷേധമുണ്ടോ? കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ DCCയുടെ അനുവാദം വാങ്ങാതെ പോകുന്നത് തെറ്റല്ലേ? കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിരിക്കുന്നത്? അത് ആദ്യം നിങ്ങൾ വ്യക്തമാക്കുക. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ്, സ്ഥിരം നടപടിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല. ഏത് വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ, MLA കാണാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും, പ്രവർത്തകർ കാണും. അതിനെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത്? ഒരു അനുമതി ആവശ്യം. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നാൽ, ഒരു പ്രതിയായാൽ പോലും അവകാശം ഈ രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിയല്ല, അദ്ദേഹത്തിനെതിരെ കേസുമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിക്കാനുള്ള ഒരു സമയപരിധിയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ BJPക്ക് സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങളുണ്ടാവുമല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത MLA അല്ലേ? അതിലെല്ലാ പാർട്ടിക്കാരും. ചിലപ്പോൾ എനിക്ക് സംശയം BJPയിലെ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കാരണം BJPയുടെ മറ്റൊരു നേതാവിനെതിരെ കടുത്ത ആരോപണം, കേസും ഒക്കെ നിലനിൽക്കുകയാണല്ലോ. അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് MLAക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം BJPയിലുണ്ട്, CPMലുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ സ്ത്രീ പീഡന ആരോപണ വിധേയമായി പാർട്ടിയിൽ നിന്ന് താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ എന്താ ഒരു നയം എടുക്കണം, ഇവിടെ എന്താ ഒരു നയം എടുക്കണം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ CPMലും BJPയിലുമാണ് ഇപ്പോൾ കടുത്ത ഭിന്നതകൾ. കോൺഗ്രസിനൊരു ഭിന്നതയില്ല.